പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമക്കളെ, ധാരാളം ഡിസ്ട്രാക്ഷൻസ് നമുക്ക് ഈ ലോകത്തിലുണ്ട്. നോക്കുകയാണെങ്കിൽ എല്ലാം ടു ഡു ലിസ്റ്റുകൾ, ചെയ്യാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് കിടക്കുന്നത്. ചെയ്തിട്ടും തീരുത്തുന്നുണ്ടോ? തീരത്തുമില്ല. അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങ് മറന്നു പോകും. അതെന്നാണെന്നറിയാമോ? സിറ്റിംഗ് അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ്. ദൈവത്തിൻ്റെ പാദവിടെ ഇരിക്കുന്നത് നമ്മളങ്ങ് മറന്നു പോകും. ഈ മകളെ, രക്ഷകനെ വിട്ടു പോകല്ലേ. നമുക്കൊരു ഉത്തരം ആവശ്യമുള്ളപ്പോൾ മാത്രം ഈ രക്ഷകനെ തപ്പി വരരുതേ. ഒരു വലിയ ബന്ധം അവനുമായിട്ട് നാം സ്ഥാപിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് ജീവിക്കാവുള്ളൂ. എന്തെല്ലാം സ്റ്റിൽനെസ് ജീവിതത്തിൽ വന്നാലും പഠിത്തം വന്നാലും നമുക്ക് മനസ്സിലാകും, ദൈവസന്നിധിയിൽ ഇരുന്നെങ്കിൽ മാത്രമേ നമ്മൾ ഏത് ജോലി ചെയ്താലും അതിന് ഒരു പൂർണ്ണത വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അവൻ്റെ വചനത്തിൻ്റെ ആഴത്തിലേക്ക് നാം ഒന്നിറങ്ങണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ വചനങ്ങൾ നമ്മെ എത്രമാത്രം ട്രാൻസ്ഫോം ചെയ്യുമെന്ന്. കുഞ്ഞെ, നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നങ്കൂരമിടുന്നത് ദൈവീയ പദ്ധതിക്കകത്ത് ആയിരിക്കട്ടെ. ഇഫ് യു ആർ ലോങ്ങിങ് ഫോർ ട്രൂ ഇൻറ്റിമസി വിത്ത് ഗോഡ്, തീർച്ചയായിട്ടും ദൈവം അത് നിനക്ക് നൽകി തരും. യോഹന്നാൻ്റെ സുവിശേഷം 21:25 ധ്യാനചിന്തയ്ക്കായിട്ട് നമുക്കെടുക്കാം. ഒത്തിരി ചെയ്ത കാര്യങ്ങൾ യോഹന്നാൻ പറഞ്ഞിട്ട് അവസാനം, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനം യോഹന്നാൻ എഴുതിയിരിക്കുക, യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്, അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. എത്രയോ ആശ്ചര്യമായ ഒരു സെൻറ്റൻസ്. വായിച്ചിട്ട് നമുക്ക് തന്നെ അതിശയം തോന്നുന്നു, അല്ലേ? ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിപാദിക്കുന്ന അനേക ബുക്കുകളുണ്ട്. കൗണ്ട്ലെസ് ബുക്സ് ആർ ദെയർ. എന്നാൽ നാം ദൈവത്തെക്കുറിച്ച് എത്രമാത്രം എന്തെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതൊന്ന് എഴുതിയാൽ, നമുക്കെങ്ങനെ ദൈവം തന്നിരിക്കുന്ന ഗിഫ്റ്റ്സുകളെ ഉപയോഗത്തിൽ കൊണ്ടുവരാമെന്നുള്ളത് ഒന്ന് എഴുതിയാൽ എത്ര കാണും? നാം ഒരിക്കലും സ്കിപ്പ് ചെയ്ത് മാറേണ്ട കാര്യമല്ല. ഇറലവൻ്റായിട്ട് നമുക്ക് തോന്നിയാലും ലെസ് ഇമ്പോർട്ടൻ്റായിട്ട് നിനക്ക് തോന്നിയാലും, ദൈവ പൈതലേ, ഈ സത്യദൈവത്തെ, ഈ യേശു കർത്താവിനെ അന്വേഷിക്കുന്നത് നിനക്ക് സിമ്പിളായിട്ട് തോന്നുന്നില്ലേ? ഞാൻ സിമ്പിളെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ടഫായിട്ട് തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് അവനെ അന്വേഷിക്കാതെ മുഖം മറച്ചിരിക്കുന്നത്. അവൻ മുഖം മറയ്ക്കത്തില്ല, പക്ഷെ നമ്മൾ മറച്ചു പോകുന്നില്ലേ? ചില ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിലർക്ക് സമയങ്ങൾ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരിക്കുക എന്നുള്ളത്. അവനെ ആരാധിക്കുവാൻ, അവനെ വോർഷിപ്പ് ചെയ്യുവാൻ നാം ഇരുന്നേ പറ്റൂ. ദൈവ പൈതലേ, ദൈവത്തെ നമുക്ക് കൂടുതൽ അടുത്തറിയണ്ടേ? ഒരു ഡ്രൈ റീഡിങ്, ദൈവത്തിന് വേണ്ടിയോ അല്ല മറ്റാർക്കോ വേണ്ടിയോ വായിക്കുന്നത് പോലൊരു ഡ്രൈ സ്റ്റഡി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, അതൊന്നും യേശു കർത്താവുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിനെ ആഴത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. അതുകൊണ്ട് നമുക്ക് ഒരടിസ്ഥാനമിട്ട് ഏതൊക്കെ അനുഭവങ്ങൾ കൂടി പോയാലും ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ തക്കവണ്ണം ഏറിയൊരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ വേണം. നാം ദൈവത്തോട് എത്രത്തോളം അടുക്കുമോ അത്രത്തോളം നമുക്ക് അവനെ മനസ്സിലാകുമെന്ന് മാത്രമല്ല, നാം എങ്ങനെയുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അവൻ്റെ സാദൃശ്യത്തിൽ ഉണ്ടാക്കപ്പെട്ടവരാണ്. പ്രൈസ് ഗോഡ്. അവനുമായിട്ട്, നമ്മുടെ സൃഷ്ടാവായ ദൈവവുമായിട്ടൊരു വലിയ ഇൻറ്റിമേറ്റ് കണക്ഷനിൽ നാം ജീവിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എത്ര ഇൻക്രെഡിബിൾ! എന്നാൽ ഒരു ബോണസ് പോലെ, ഒരു ഫ്രീ ഗിഫ്റ്റ് പോലെ നാം പ്രാർത്ഥിച്ചിട്ടാണോ അവൻ നമുക്ക് വെളിവാക്കി തരുന്നത്? അവൻ തന്ന രക്ഷയുടെ പ്രാധാന്യം കുഞ്ഞെ നീ വേണ്ടുവണ്ണം മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ
26ഉം 27ഉം കൂടെ വായിച്ചാൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്: ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിയമിച്ചു. അവൻ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവന് അല്ല താനും. പൗലോസ് അരയോപകമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത് അഥേന പുരുഷന്മാരോട്. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിലൊന്നും വാസം ചെയ്യുന്നില്ല. അല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ദൈവം എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാണ്. ആ നല്ല ദൈവത്തെ പിൻപറ്റുവാൻ കിട്ടിയ ഭാഗ്യം ഒരു ഭാഗ്യമായി കരുതുന്നില്ലേ? പ്രൈസ് ഗോഡ്. ഈ ദൈവത്തിൻ്റെ പാദപീഠത്തിലിരിക്കുവാൻ സമയം മാറ്റിവെക്കണമേ. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി തീരും. കർത്താവ് അതിൽ പ്രസാദിക്കുകയും ചെയ്യും. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുക ഇല്ല. യേശു മാർത്തയോട് പറയുന്ന കാര്യമാണ്. കാരണം യേശു ആ ബഥാന്യ വീട്ടിൽ വരുമ്പോൾ മറിയ ഓട്ടത്തോടോട്ടമാണ്, റഷ് ചെയ്ത് നടക്കുക. എന്തിനാ? വീട് യേശു കർത്താവ് വരുന്നതുകൊണ്ട് എല്ലാം അടുക്കി പെറുക്കി ഇട്ട് റെഡിയാക്കി സംഗതികളൊക്കെ കുക്ക് ചെയ്തുമൊക്കെ വെക്കുക. ഞാൻ ചിന്തിക്കുക കേട്ടോ, അത് നല്ലത് തന്നെ, അത് ബെസ്റ്റ് തിങ് തന്നെ. പക്ഷെ അതിലും ബെറ്ററായിട്ടുള്ളതാണ് അവൻ്റെ പാദപീഠത്തിങ്കൽ ഇരിക്കുന്നത്. മാർത്ത പറയുമായിരിക്കും, ഇങ്ങനെയൊക്കെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ കിടക്കുമ്പോൾ I don't know how I can do all those things when there is so much to do. പാദപീഠത്തിൽ ഇരുന്നുകൊണ്ട് പഠിക്കുകയും എഴുതുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നതിനെ കഴിഞ്ഞും കൂടുതലായിട്ട് ചെയ്യാനായിട്ടുള്ളത് ഇവിടെ കിടപ്പുണ്ടെന്നേ. ദൈവമക്കളെ, ഞാനൊരു സത്യം പറയട്ടെ, നമ്മുടെ ഇമോഷൻസ് ഒന്നും ഒരിക്കലും സ്റ്റേർഡപ്പ് ആകരുത് കേട്ടോ. യേശുവിൽ നിന്നുള്ള വാക്കുകൾ കേൾക്കുവാൻ കിട്ടുന്ന ഭാഗ്യാവസ്ഥ പോലെ ഒരവസ്ഥ വേറെ നമ്മുടെ ജീവിതത്തിലില്ല. നാം അതിന് അറ്റൻഷൻ കൊടുത്തേ പറ്റൂ. നമ്മൾ ഫേസ് ടു ഫേസ് ഈ യേശുവിനെ കാണുമ്പോഴുണ്ടല്ലോ, നമുക്ക് പലതും മനസ്സിലാകും. മേരി, മറിയ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തു. മാർത്ത വറിയടിച്ച് നടന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ സമയം എവിടെയാണ് പോകുന്നത്? റൂട്ടും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെന്ന് നിങ്ങൾ പറയുമായിരിക്കും. ടു ഡു ലിസ്റ്റാണോ ഡൊമെയിൻ ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ അത് മുന്നിൽ വരാറുണ്ട് കേട്ടോ, അത് വലുതായിട്ടും വരാറുണ്ട്. അതുകൊണ്ട് യേശു കർത്താവ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. അവനെക്കുറിച്ച് നമുക്കൊന്നും ഇന്നുവരെ അറിയത്തില്ല, ഒത്തിരി ഇനി അറിയാനുണ്ട്. അറ്റ്ലീസ്റ്റ് വി ക്യാൻ എൻഡ്യൂർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഗ്രോ മോർ ആസ് വി സ്റ്റഡി ഹിസ് വേർഡ് ആൻഡ് ഹിസ് വർക്ക്. യേശു കർത്താവ് ഹൃദയത്തിൻ്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ നല്ലവണ്ണം മനസ്സിലാക്കുന്നവനാണ്. ഒരു നല്ല പണി ചെയ്തു, പിന്നെ ഒരു നല്ല പണി ചെയ്തു, ദൈവത്തിന് വേണ്ടി തന്നെയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അവൻ്റെ പാദപീഠത്തിലിരിക്കുന്നത് ഒഴിവാക്കിയാൽ അതവന് മനസ്സിലാകത്തില്ല എന്ന് കരുതല്ലേ. അവനത് മനസ്സിലാകും, അവനത് വേദനയാണ്. എർത്ത്ലി റെസ്പോൺസിബിലിറ്റീസ് ദൈവമക്കളെ നമുക്കുണ്ടെങ്കിലും സമയം കണ്ടെത്തണേ. എല്ലാ കാര്യത്തിലും ആദ്യം അവൻ്റെ വിഷയം നമ്മൾ വെക്കണം. ഏറ്റവും ആദ്യം നാം അവൻ്റെ പാദപീഠത്തിലിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഒരു ദിവസത്തെ ഡ്യൂട്ടികൾ ചെയ്യാനായിട്ട് പോകാനായിട്ട്. അതിന് പ്രാധാന്യം കൊടുത്തു നോക്കിക്കേ. നമ്മുടെ മനസ്സിൻ്റെ ആ റോങ്ങായിട്ടുള്ള, നമ്മുടെ ഹൃദയത്തിൻ്റെയൊക്കെ ആ റോങ്ങായിട്ടുള്ള ഫ്രെയിം അങ്ങ് മാറട്ടെ. വളരെ ഓപ്പണായിട്ട് നാം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്നതിന് പകരം
ദൈവത്തോട് സംസാരിപ്പാൻ തക്കവണ്ണം സമയമൊന്ന് മാറ്റിവെച്ചേ. അതിനുവേണ്ടി ഒരു സ്പേസ് കണ്ടെത്തിക്കേ. അവൻ്റെ പാദപിടുത്തങ്ങളിലിരിക്കുന്നതാണ് വൈറ്റൽ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ആ നല്ല പാദപീഠം ഞങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങൾക്കൊരു നല്ല ഗുരു ഉണ്ടല്ലോ. എന്നാൽ ആ പാദപീഠത്തിലിരിക്കാൻ കഴിയാതെ അതിനെ കഴിഞ്ഞ് മറ്റു വല്ല നല്ല സംഗതികളുണ്ടെന്നോർത്ത് അത് ചെയ്ത് പോയി അവസാനം കംപ്ലൈൻറ്റ് ചെയ്യുന്നവരായി തീരാതെ വണ്ണം ദൈവപാദവിടെ ഇരുന്ന് തിരഞ്ഞെടുക്കേണ്ടതൊക്കെ തിരഞ്ഞെടുത്ത് അതിൻ പ്രകാരം ചെയ്യുവാൻ്റെ ഗുണം ആവശ്യമാകുന്ന സ്വർഗീയ കൃപ നീ ഞങ്ങൾക്ക് തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.